PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ PSC അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയ PSC അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2025 PSCയുടെ പരീക്ഷ കലണ്ടർ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകൾ എന്നൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയ്ക്ക് പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. PSC സംബന്ധമായിട്ടുള്ള ഏതൊരു ഇൻഫർമേഷൻസും നിങ്ങൾക്ക് PSC അപ്ഡേറ്റ് വഴി അറിയാൻ സാധിക്കും. 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നുണ്ട്. 10th പ്രിലിംസിൻ്റെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നൽകുന്നത്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് 10th പ്രിലിംസിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ KTT 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്, അതായത് പരീക്ഷ കലണ്ടർ നമുക്ക് നോക്കാം. പരീക്ഷ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. PSC 2025 വാർഷിക പരീക്ഷ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. വിശദാംശം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ കലണ്ടറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും. 2025 മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് വരുന്നത്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് വരുന്നത്. പ്രിലിംസ് മെയ് ടു ജൂലൈ സമയത്തായിരിക്കും. മെയിൻസ് വരിക ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ആയിരിക്കും. ഇനി സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. ഇനി HSA മലയാളത്തിൻ്റെ എക്സാം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും. HSA മലയാളം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും HSA മലയാളത്തിൻ്റെ പരീക്ഷ വരുന്നത്. ഇനി കാറ്റഗറി നമ്പർ 602/2024 ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം ഡിസ്ട്രിക്ട് റിക്രൂട്ട്മെൻറ്റിൽ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ. അതോ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആയിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇനി കാറ്റഗറി നമ്പർ 605/2024 ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും ഫിസിക്കൽ സയൻസിൻ്റെ പരീക്ഷയും നടക്കാൻ പോകുന്നത്. ഇനി 599/2024 ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്, അതും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിൻ്റെയും പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇനി 604/2024 ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിട്ടായിരിക്കും ഹിന്ദി ഹൈസ്കൂൾ ടീച്ചറിൻ്റെയും പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇനി 574/2024 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറിയിൽ വരുന്ന ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും ഹയർ സെക്കൻഡറിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇനി 575/2024 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ജൂനിയർ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ്, അതും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും അതിൻ്റെയും പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇനി 604/2024 നമ്മൾ നേരത്തെ പറഞ്ഞു ഹിന്ദിയുടെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും. ഇനി ഓഗസ്റ്റ് ഒക്ടോബറിൽ പരീക്ഷ നടക്കാൻ പോകുന്നത് HSA മലയാളം, HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, HSA മാത്തമാറ്റിക്സ്, HSA ഇംഗ്ലീഷ്, HSA ഹിന്ദി എന്നിവ ഒക്ടോബർ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും HSA പരീക്ഷകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ HSA മലയാളമായാലും HSA നാച്ചുറൽ സയൻസ് ആയാലും ഫിസിക്കൽ സയൻസ് ആയാലും മാത്തമാറ്റിക്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും നിങ്ങൾക്ക് 7 മാസത്തോളം 7 മാസത്തിൽ കൂടുതൽ സമയമാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുക്കുക. HSA ക്ലാസ്സുകൾ ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു തുടങ്ങാവുന്നതാണ്. HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി HSST എക്സാംസ് ജൂൺ ഓഗസ്റ്റിലാണ്. HSST കൊമേഴ്സും HST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നീ എക്സാമുകൾ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. ഇന്ത്യയിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡിഗ്രി ലെവൽ പ്രിലിംസും ജൂൺ ഓഗസ്റ്റിൽ CPOയും IRB കോൺസ്റ്റബിൾ വുമൺ CPO, ജൂലൈ സെപ്റ്റംബറിൽ ഫയർമാൻ എന്നീ പോസ്റ്റുകളിലേക്ക് പരീക്ഷ നടക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഈ ഒരു കലണ്ടറിൽ വന്നേക്കുന്നത്. മറ്റുള്ള പരീക്ഷകളുടെ ഒക്കെ കലണ്ടറിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നതായിരിക്കും.